ഹായ് ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എന്നത്തെ പോലെ നമ്മൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നിതാ റൈഗു ബേബി രാവിലെ തന്നെ നല്ല മാറ്റി സെറ്റ് ആയിക്കണം കേട്ടോ. ഇന്നലെ ആൾക്ക് കളറായിരുന്നു, ഇന്നും കളർ തന്നെയാണ് കേട്ടോ. ഇന്നലെ ഓണപരിപാടിയും സദ്യയായിരുന്നു കേട്ടോ. ഇന്നാണ് പരിപാടി തോന്നിട്ട് ഇന്ന് ഉച്ച വരെ ഉള്ളൂ. 9:30 തൊട്ടിട്ട് 12:30 വരെ ക്ലാസ് ഉണ്ടാവുമെന്ന് ഗ്രൂപ്പിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നോട് ആൾ വന്നപ്പോൾ പറഞ്ഞു, ഒന്ന് ബലൂൺ പൊട്ടിക്കൽ മത്സരം ഉണ്ടായിരുന്നു, നാരങ്ങ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടോ. ഇന്നലെയൊന്നും അറിയില്ല, ഇന്നാണെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും അങ്ങനെ സ്കൂളും കാര്യങ്ങളൊക്കെ പൂട്ടി ആളങ്ങനെ പറഞ്ഞയച്ചു കേട്ടോ. പിന്നെ നമ്മളിതാ നല്ല ദോശയാണ് കേട്ടോ. നമുക്ക് ഏറെക്കുറെ എല്ലാ ദിവസവും ദോശ തന്നെ ആയിരിക്കും കേട്ടോ. സേതു ബേബിയും കഴിക്കുന്നുണ്ട്, ഞാനും കഴിക്കാണ് കേട്ടോ. പിന്നെ ഇതാ ഇന്നലത്തെ പൊറാട്ട ഉമ്മ നല്ലോണം മുരിപ്പിച്ചതാണ് കേട്ടോ. എന്നിട്ട് നുള്ളിയിട്ട് ഇങ്ങോട്ട് കിട്ടണില്ല കേട്ടോ. അപ്പോൾ ആ മുട്ടക്കറിയും കൂട്ടിയിട്ട് കഴിക്കാണ് കേട്ടോ. അപ്പോൾ 2 ദോശയും കഴിച്ചു, പിന്നെ ഒരു പൊറാട്ടയും കഴിച്ചു കേട്ടോ. അത് കഴിക്കൽ കഴിഞ്ഞിട്ട് ഇന്ന് വെള്ളിയാഴ്ചയല്ലോ, അപ്പോൾ നേരത്തെ കഴിയണമെന്ന് ഉമ്മ എൻ്റെ ഒപ്പം ചായ കുടിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ പറഞ്ഞു നമുക്ക് നേരത്തെ കഴിക്കണം എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ, വെള്ളിയാഴ്ചയല്ലേ. അപ്പോൾ കൗഫസൂറത്തോട്ട് ഓതിയിട്ടുമില്ല, ഞാനും മറന്നീന്നു കേട്ടോ, വെള്ളിയാഴ്ച എന്നുള്ള കാര്യം മറന്നീന്നു. അപ്പോൾ ഉമ്മ പെട്ടെന്ന് രാവിലെ എണീറ്റിട്ട് ഇന്ന് ക്ലാസ് ഉണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ക്ലാസ് ഉണ്ട് പറഞ്ഞു. വെള്ളിയാഴ്ച അല്ലേ, നേരത്തെ വണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് വണ്ടി വരുമല്ലോ. അപ്പോൾ ഒരു 8:15 നമ്മൾ തന്നെ അറിയുന്നു. ഉമ്മ പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ടൊന്ന് കടന്നു. എന്നിട്ടാണ് എന്നോടൊന്ന് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ക്ലാസ് ഉണ്ട് പറഞ്ഞു. അപ്പം ഉമ്മ പറഞ്ഞു വെള്ളിയാഴ്ച അല്ലേ, നേരെ വെക്കുമെന്ന് പറഞ്ഞിട്ട് വേഗം എണീറ്റു കേട്ടോ. ഉമ്മ എണീച്ചു, പിന്നെ ഞാൻ എണീച്ചു കേട്ടോ. അപ്പം ഇന്ന് കുറച്ച് നേരത്തെ കേട്ടോ, 9:30 ആയപ്പോൾ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതാ മടക്കി വെക്കാനും കുറച്ച് പുതപ്പുകളും തലക്കണികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണിച്ചില്ലേ, ഈ റൂമിലാണ് ഞങ്ങൾ കിടക്കൽ കേട്ടോ. അപ്പോൾ അവിടെ കുറേ പുതപ്പും തലക്കണികളൊക്കെ അലമ്പായിട്ട് കിടക്കാക്കാരം. അപ്പോൾ റൈ ബേബി പോയതിൻ്റെ ശേഷമുള്ള അതൊക്കെ മടക്കി നീറ്റാക്കി വെക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ മടക്കി നീറ്റാക്കി വെച്ചിട്ട് ഞാൻ വേഗം അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ. അപ്പോൾ വേഗം പോയിട്ട് സിറ്റോടും അടിച്ചോരി പിന്നെ അവിടെ തുടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സിറ്റോടും തുടച്ചു, ഫസ്റ്റ് സിറ്റോട് തുടച്ചിടും. ഇനി സിറ്റോട് അധികം ഉമ്മയുടെ തുടക്കൽ, ഞാൻ അധികം ലേറ്റ് ആവലുണ്ട് തുടക്കാൻ നിൽക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഉമ്മ വേഗം സിറ്റോട് തുടച്ചിടും. ഉമ്മാക്ക് ഭയങ്കര ബേജാറാണ് ആരെങ്കിലും വന്നാലോ. അപ്പോൾ ഉമ്മാക്ക് എപ്പോഴും നീറ്റാക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് ഇടണം കേട്ടോ. അപ്പോൾ പിന്നെ ഉമ്മ സിറ്റോട് നേരത്തെ തുടക്കലുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ സേതു ബേബി ഞാൻ തുടക്കുമ്പോൾ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. ഈ ഒരു സംഭവം അത് നീക്കി കൊണ്ടുപോയിട്ട് അത് ഓനിക്ക് പറ്റുന്നിടത്തോളം എനിക്ക് എന്താ പറ്റുന്നത് അതൊക്കെ ഓന് ചെയ്യും കേട്ടോ. അങ്ങനെ ഞാനതൊക്കെ ഒന്ന് നേരാക്കി വെച്ചിട്ട് തുടക്കലും തിരുമ്പ് തുടക്കലും ഉള്ള തുടക്കലും കഴിഞ്ഞിട്ട് വേഗം തിരുമ്പാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. ഇനി തോനെ തിരുമ്പാനൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ചുള്ളൂടെ തിരുമ്പാൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച പോലെ നേരത്തെ കുളി കഴിഞ്ഞു കേട്ടോ. 12:30 കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ കുളി കഴിഞ്ഞു കേട്ടോ. പക്ഷേ ഉമ്മയുടെ കുളി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഉമ്മ അങ്ങനെ അടിയിൽ വിറകും കാര്യങ്ങളൊക്കെ നീക്കിയിട്ട് അവിടെയൊക്കെ ക്ലീൻ ആക്കുകയാണ് കേട്ടോ. പിന്നെ ഷേജു ബേബിനെ ഞാൻ കുളിപ്പിച്ച് സെറ്റാക്കിയിരുന്നു, പക്ഷെ ഫുഡ് കൊടുത്തിരുന്നില്ല കേട്ടോ. ഞാൻ കുളിക്കാൻ പോകുന്ന ടൈമിലായിരുന്നു ഉമ്മ മീൻ അടുപ്പത്ത് വെച്ചിരിക്കായിരുന്നു കേട്ടോ. ആൾക്ക് മീനോ അങ്ങനെ എന്തെങ്കിലും കൂട്ടാനില്ലെങ്കിൽ ഇന്നത് വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇനി പച്ചക്കറി ഉപ്പേരിയാണെങ്കിൽ ഉപ്പേരി കൂട്ടി കഴിക്കും, കറിയൊക്കെ വേണമെങ്കിൽ കറിയൊക്കെ പാർന്നിട്ട് ആൾ കഴിക്കും കേട്ടോ. മീനുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പം മീനുണ്ടായിരുന്നു. അപ്പം മീനാവാൻ വേണ്ടിയിട്ട് ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ടാണ് ഫുഡ് കൊടുത്തത്. അങ്ങനെ ഓന് നമ്മൾ ഇപ്പോൾ നല്ലോണം കുത്തി ഉടക്കൊന്നുമില്ല കേട്ടോ. ഇപ്പം നമ്മൾ സാധാ ചോറ് അങ്ങനെ നമ്മൾ കഴിക്കണ എങ്ങനെ അതേപോലെ തന്നെ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ഇട്ടിട്ട്, പിന്നെ നമ്മൾ കഴിക്കണ ഉപ്പേരി ആണെങ്കിൽ ഉപ്പേരി ഞാൻ കൂട്ടുമെന്ന് പറഞ്ഞില്ലേ, പിന്നെ കറി പാർന്നിട്ടാണെങ്കിലും കൂട്ടും കേട്ടോ. മീൻ ഇനിയിപ്പോൾ പൊരിച്ചതാണെങ്കിലും കറിയിലത്തെ മീനാണെങ്കിലും ഒക്കെ ആൾ കൂട്ടും. പക്ഷെ എന്തെങ്കിലുമൊക്കെ വയ്യായി ഉണ്ടെങ്കിൽ
ആണ് ട്ടോ ആള് കഴിക്കാതിരിക്കുക. അല്ലെങ്കിൽ ആൾക്ക് വിശന്നാൽ ആള് കഴിക്കും. അങ്ങനെ വേഗം ഓനിക്ക് ഫുഡ് കൊടുക്കല് കഴിഞ്ഞിട്ട് നമ്മള് വേഗം നിസ്കരിച്ചു ട്ടോ. വെള്ളിയാഴ്ചയല്ലേ അപ്പൊ നമുക്കിന്നൊരു പ്രത്യേക ദിവസമല്ലേ. അപ്പോൾ വേഗം നിസ്കാരം കഴിഞ്ഞാൽ ഇക്ക കൗഫ് ഓതും വിചാരിച്ചിട്ട് ഞാൻ വേഗം നിസ്കാരമൊക്കെ കഴിച്ചു ട്ടോ. നിസ്കാരം കഴിഞ്ഞ് എൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പത്തേന് റയൂ ബേബി വന്നു ട്ടോ. റയൂ ബേബി വന്നിട്ട് ഞാൻ റയൂ ബേബീനെ ഉറക്കി. പിന്നെ ഓത്ത് കഴിഞ്ഞു. ഫേസ് ബേബീനെ ഉറക്കി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ചേരം അവിടെ കടന്നു ട്ടോ. ഒന്ന് ഉറങ്ങൊന്നും ചെയ്തിട്ടില്ല ട്ടോ. അപ്പം അങ്ങനെ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് പിന്നെ പാലിന് പോയി വന്നു. പാലിന് പോയി വന്നിട്ട് നമ്മൾ ഈവനിങ്ങത്തുള്ള കുറച്ച് കുക്കിംഗാണ് ട്ടോ. വലിയ കുക്കിംഗൊന്നുമല്ല. സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യണ ഷേസ് ബേബിക്ക് കുറച്ച് ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കുക. പിന്നെ അതുപോലെ നമ്മളെ ഫേവറേറ്റ് ചായ ഉണ്ടാക്കുക. അങ്ങനെയൊക്കെ ചില പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലത്തെ കോറ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു ട്ടോ അരച്ചത്. പക്ഷെ അത് ഇന്നൊക്കെ ഉണ്ടാക്കാൻ തികയില്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് തോനെ വെള്ളത്തിലിടുകയും ചെയ്തു നാളേക്ക് അരച്ച് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം അതിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ഇന്ന് അരച്ചിട്ട് ഈ ഇല്ലി കൂടെ കൂട്ടിയാൽ കുറച്ചും പാടി ആകും കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ ഈവനിങ് വൈകുന്നേരം ആണ് ഉണ്ടാക്കിയത്. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നാളേക്കും പാടിയായിട്ട് കോറ ഇടുന്നുണ്ട് ട്ടോ. ഒരല്പം ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. വീഡിയോ കാണുമ്പോഴത്തേനും ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകല്ല കേട്ടോ. പിന്നെ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കൊണ്ട് കേട്ടോ. നമ്മളെ പണികൾ കഴിയണമെന്ന് നമുക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ മൈൻഡിലൊന്ന് നമ്മൾ സെറ്റാക്കി വെച്ചാൽ അത് അതുപോലെ നടക്കും കേട്ടോ. പക്ഷെ രാവിലെ എണീക്കുമ്പോൾ തന്നെ യാതൊരു എന്താ പറയുക ഒരു ടൈമിങ്ങും ഇല്ല. യാതൊരു നമ്മൾ അന്നത്തെ ദിവസത്തിനെ കുറിച്ചിട്ട് യാതൊരു പ്ലാനിങ്ങും ഇല്ലെങ്കിൽ ഇതുപോലെ എന്താ പറയുക ആ കൂടി ടൈം ആകെ മാറും കേട്ടോ. അപ്പോൾ നമ്മളെ നിസ്കാരം എല്ലാതും മാറും. ഒക്കെ നമ്മളെ മാത്രം കാര്യങ്ങളല്ലല്ലോ ചേഞ്ച് ആവുക. നമ്മളെ മക്കളെ കാര്യങ്ങളിലൊക്കെ ടൈം വ്യത്യാസപ്പെടും കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും ഇതുപോലെ ടൈമിങ് ഇങ്ങനെ ഒരു പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റലൊന്നുമില്ല കേട്ടോ. നമുക്കിപ്പോൾ എല്ലാ ദിവസവും ഇതുപോലെ നമുക്ക് വേഗം കഴിയൂലല്ലോ നമ്മളെ പണികൾ. പക്ഷെ അധിക ദിവസം നമുക്ക് പണികൾ നേരത്തെ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് മൈൻഡിൽ സെറ്റാക്കണം, നേരത്തെ കഴിയണം. അപ്പോൾ ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ വേഗം വേഗം പണികൾ എടുക്കും കേട്ടോ. ഇനിയിപ്പോൾ രാവിലെ മുതൽ എണീറ്റിട്ട് വീട്ടിലെല്ലാ പണികളും ചെയ്യേണ്ട ഒരാളാണെങ്കിൽ പോലും നമുക്ക് മൈൻഡിൽ അങ്ങനെ ഒരു സെറ്റിങ് ഉണ്ടെങ്കിൽ നമ്മളെ പണികൾ നേരത്തെ കഴിയും കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പാലൂർ വീട്ടിലാണെങ്കിലും എപ്പോഴൊന്നുമില്ല കേട്ടോ. ഉമ്മ പോണ ടൈമിലൊക്കെ ഞാൻ അവിടുത്തെ രാവിലെ ഈ 3 കുട്ടികളെ കാര്യം അതുപോലെ ഉപ്പാടെ കാര്യം രാവിലത്തേത് രാത്രിക്കത്തേത് ഫുള്ള് ഞാൻ എങ്ങനെ വന്നാലും ഞാൻ ഒരു മിനിറ്റ് വെറുതെ ഇരിക്കൂല കേട്ടോ. ഒരു 5 മിനിറ്റ് റെസ്റ്റ് നിലക്ക് ഇരിക്കുക എന്നല്ലാതെ എങ്ങനെ പോയാലും എൻ്റെ പണി ഇനി ഷേസു ബേബി ഒരു ചെറിയ കുട്ടിയാകുമ്പോഴടക്കം ഒരു 2:30 2:45 ആകുമ്പോൾ എൻ്റെ ഫുള്ള് പണി എൻ്റെ നിസ്കാരം കഴിഞ്ഞ് ഒന്നെങ്കിൽ ഞാൻ ചോറുണ്ണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ടാവും കേട്ടോ 2:45 ടൈമിൽ. ഇപ്പോൾ പിന്നെ ഷേസു ബേബി ഒന്ന് വലുതായപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ആളൊന്ന് വലുതായപ്പോൾ പണികളൊക്കെ അതിലും ഒന്നും പാടി എളുപ്പമായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക എവിടെയെങ്കിലും കളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും വണ്ടിമേ അങ്ങനെയൊക്കെ ഇരുത്തിയിട്ട് ഇതാവും കേട്ടോ. ചെറിയ കുട്ടിയാകുമ്പോൾ ഇങ്ങനെ അനങ്ങിയാൽ മൂത്രമൊഴിച്ചെങ്ങാണ്ടും അങ്ങനെ ഓരോന്ന് നമുക്ക് തിരുമ്പാനും എല്ലാതും കൂടുതലാക്കാറ്. എന്നാലും ഇപ്പോഴും കഷ്ടപ്പാട് തന്നെയാണ് കേട്ടോ. മക്കൾക്ക് എന്താ പറയുക ശരിക്കും എപ്പോഴാണ് ഒന്ന് ഒക്കെ ലെവലായി കിട്ടുക നമുക്കറിയില്ല കേട്ടോ. 5 വയസ്സായാലും 6 വയസ്സായാലും ഇപ്പം 5 വയസ്സായ റയൂ ബേബീനെ നമ്മളെപ്പോഴും പറഞ്ഞാൽ കേൾക്കാത്ത അവസ്ഥയാണ് കേട്ടോ. അങ്ങനെ എല്ലാതും ഷേസു ബേബിക്ക് നമ്മൾ കോറ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മുട്ട പീങ്ങാൻ വെച്ചു. റയൂവിന് അങ്ങനെ മുട്ടയും ചായയൊക്കെ കൊടുക്കലേനു. അത് കഴിഞ്ഞ് നമ്മൾ ചായ എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇന്ന് നല്ല സ്ട്രോങ് ഒന്നല്ല കേട്ടോ ചായ. കുറച്ച് നമ്മൾ എന്താ പറയുക കുറച്ച് തോനെ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ.